അംഗമാണ്, സംഘടനാ തലപ്പത്തുണ്ട്, രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ട്. എല്ലാത്തിലും ഈ തലയെക്കെട്ടും കെട്ടിയിട്ട് ഉസ്താദായിട്ട് തന്നെയാണ് ഉണ്ടാവാറ്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തേക്കും ഉദ്ഘാടനത്തിനും മറ്റും വിളിക്കുന്ന ഒരു തങ്ങള്, ഇങ്ങനെയൊക്കെയുള്ള ഒരാള് ഇത്തരം പേരുദോഷം വരുന്ന കമ്പനി മണിച്ചേനിലൊക്കെ പോയി പെട്ടാൽ അത് മോശമല്ലേ? അയാൾക്കും തന്നെ 25-30 കുട്ടികളെ വെച്ച് ദർസ് നടത്തുന്ന മൂല്യരാണ് ഈ പി ഖാലിദ് വാക്കവി എന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ എന്റെ കാര്യമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പരമാവധി അതിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു. അപ്പൊ അദ്ദേഹം പുതിയ തന്നെയാണ്, കൂടുതലൊന്നും പറഞ്ഞു തരാൻ അദ്ദേഹത്തിന് കഴിയില്ല. എന്നിരുന്നാലും ആവുന്ന രൂപത്തിൽ അദ്ദേഹം എന്നെ കൺവിൻസ് ചെയ്ത് പറഞ്ഞു തന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, ചികിത്സക്ക് ഉള്ളതല്ലേ, അപ്പൊ എനിക്ക് ചികിത്സ ഉണ്ട്, അന്നും ഇന്നും ഉണ്ട് വീട്ടില്. ആത്മീയമായിട്ടുള്ള തങ്ങൾ എന്നുള്ള നിലക്കുള്ള ഒരു ചികിത്സയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ മൂപ്പറിനോട് പറഞ്ഞ വിഷയം എങ്ങനെയാണ്, തളാപ്പാങ്ങൾക്ക് ചികിത്സക്ക് അല്ലേ, ആളുകൾ വരുമ്പോൾ കൊടുക്കാൻ നല്ല പ്രൊഡക്റ്റ് ഉണ്ട് ഇതില്, ഗ്യാസിനും ഒക്കെ നല്ല സാധനം ഉണ്ട്. അതുപ്രകാരം തന്നെ മൂത്രക്കല്ലിനൊക്കെ എന്താ റിസൾട്ട് എന്ന് പറയുന്നത്, പെട്ടെന്ന് റിസൾട്ട് ഉള്ള സാധനമാണ്, നല്ല ഉൽപ്പന്നങ്ങളാണ്. ഇത് എൻ്റെ മനസ്സിലുടക്കി. കാരണം എൻ്റെ മോന് അബ്ദുറഹീം, അദ്ദേഹം ഇന്ന് ZTC ആണ്. അദ്ദേഹത്തിന് മൂത്രക്കല്ലുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്തും പോയി പച്ചമരുന്നൊക്കെ കുടിച്ച് അതിൻ്റെ റിസൾട്ടും കാത്തിരിക്കുന്ന സമയമാണ്. അപ്പൊ അദ്ദേഹം അതൊക്കെ കുടിച്ചിട്ട് അദ്ദേഹത്തിന് വേദനയ്ക്ക് യാതൊരു കുറവില്ല, റിസൾട്ടും കിട്ടിയില്ല, കുറെ ബുദ്ധിമുട്ട് സഹിച്ചത് മാത്രം, പിന്നെ വേദന തിന്നത് മാത്രം ബാക്കി. എന്നാൽ ഈ വാക്ക് കേട്ടപ്പോൾ എനിക്ക് അത് നോക്കാം എന്ന് വിചാരിച്ച് 1800 രൂപക്ക് അതിന് മാത്രം പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് തുടങ്ങിയതല്ല, പർച്ചേസ് ചെയ്തത് മാത്രം പറയാം. ഒരു 15 ദിവസം കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് നല്ല സുഖം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പൊ വേദന ഒന്നുമില്ല. അൽഹംദുലില്ലാ, അപ്പൊ സുഖമാണല്ലോ, നമുക്ക് നോക്കാന്ന് വിചാരിച്ചു. ക്രമേണ ഇതിങ്ങനെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്ത് മദ്രസ ഉണ്ടാകുമ്പോൾ സൂമിലൊന്നും കയറാൻ പറ്റില്ല. ഉമർസ്ഥാദ് ഇങ്ങനെ നിർബന്ധിച്ച് പറയും, ഉമർസ്ഥാദിന്റെ ടീമിലാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഉമർസ്ഥാദ് നിർബന്ധിക്കുന്നത് കൊണ്ട് വെള്ളിയാഴ്ചക്ക് സൂമിൽ കയറും, അല്ലാത്ത ദിവസം കയറൂല. അപ്പോൾ സൂമിൽ കയറിയപ്പോ ഒരു ദിവസം, അന്ന് റമീസ് സാറിന്റെ GTS ആണ്. റമീസ് സാർ GTS എടുത്ത ഓരോ വാക്ക് അളന്ന് മുറിച്ചല്ലേ പറയുള്ളൂ, എല്ലാം എടുക്കാൻ കിട്ടും. ആ ഒരൊറ്റ GTS എനിക്ക് കാര്യബോധ്യമായി. ഇതിന്റെ നിയമപരം കാര്യമൊക്കെ മനസ്സിലായെങ്കിലും എന്നെ അലട്ടിയ മറ്റൊരു വിഷയമാണ്, ഞങ്ങളൊക്കെ ഉസ്താദുമാരാണല്ലോ, അപ്പൊ ഈ ഹലാലും ഹറാമും പ്രത്യേകം നോക്കും, തിന്നാൻ പറ്റുന്നതും പറ്റാത്തതുണ്ടല്ലോ. അപ്പൊ ഇത് വലിയ ബിസിനസ് കോടികൾ വർത്താനം പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇത് മണിച്ചയും പോലെ തന്നെ എനിക്ക് മനസ്സിലാണത്, ഇത് പറ്റൂല എന്ന് വീണ്ടും ഞാൻ അതിനുവേണ്ടി അത് ഒരു ഒഴിവാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. അപ്പോ ഒരുപാട് പണ്ഡിതന്മാരുടെയും ഒക്കെ അഭിപ്രായങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങളെ ലിഖിതമായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഏകദേശം ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചു. ഒരു 1.5 മാസം 2 മാസത്തോളം പഠിക്കാൻ തയ്യാറായപ്പോൾ ഇത് നിയമപരമായും മതപരമായും കുഴപ്പമില്ല എന്ന് അറിഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ അമാന്തിച്ചിട്ടില്ല. ഞാനത് പരസ്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തു പോരുന്നുണ്ട്. അതായത് വാട്സപ്പ് ബ്രോഡ്കാസ്റ്റുകളും ഗ്രൂപ്പുകളും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇതിന്റെ പരസ്യങ്ങളും മാത്രമല്ല, നമുക്കൊക്കെ മടിയായിരിക്കും ഇത് ആളുകളോട് പറയാൻ. ആളുകൾ എങ്ങനെയാണ് ഇത് ഏറ്റെടുക്കാന്ന് അറിയില്ലല്ലോ. അപ്പൊ അവരോടൊക്കെ വളരെ ഭംഗിയായി തന്നെ നേർക്ക് നേരെ തന്നെ പറയാനുള്ള ഒരു ചങ്കൂറ്റം ഇത് കിട്ടി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ബിജു സാറിന്റെ NTC ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം NTC ആയിട്ടില്ല, ആകാൻ വേണ്ടി പർച്ചേസിന് ഓർഡർ ചെയ്ത സമയത്ത് അതില് 25,000 രൂപയുടെ ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ പർച്ചേസ് നടത്തിക്കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തുടങ്ങുന്നത്, ഫസ്റ്റ് കയറുന്നത്. എന്താണെങ്കിലും സാധാരണക്കാർക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഇവിടെ കൂടി എല്ലാവരോടും എന്നോടടക്കം പറയാനുള്ളത് തന്നെയാണ്, സാധാരണക്കാർക്ക് വിജയിക്കാൻ പറ്റുന്ന മേഖല ഇതല്ലാതെ മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം. പലതും നോക്കി അവസാനം ഇവിടെ എത്തി. എന്നാൽ ഇക്കാലം ചെയ്ത പോലെ ഇതും ആവരുത് എന്നുള്ളതാണ് എനിക്ക് എന്നോടടക്കം എല്ലാവരോടും പറയാനുള്ളത്. നാം എന്തിനാണ് ജോലികൾ മാറി മാറി നോക്കുന്നത്? കൂടുതൽ സാലറി കിട്ടണം, കൂടുതൽ ശമ്പളം കിട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും വരുമാനം ആക്കണം, നിക്ഷേപം ഉണ്ടാക്കണം, ഈ ഉദ്ദേശം വെച്ചിട്ടല്ലേ ഇവിടെയും അത് തന്നെയാണ് വന്നത്. പലതും നോക്കി അവസാനം ഇവിടെ എത്തി. എന്നാൽ ഇവിടെ പ്രവർത്തിച്ചാൽ നമുക്ക് നേടാം, പക്ഷെ പ്രവർത്തിക്കണം വിജയം വരെ. നമ്മളിവിടെ വന്നിരുന്ന് ഞാനും മൈ ലൈഫിന്റെ ആളായിരുന്നു എന്നതുകൊണ്ട് ആർക്കും ഒന്നും നേടാൻ കഴിയില്ല. എന്നാൽ ഒന്നും ആവാതെ ഒരുപാട് പേര് നിർത്തിപ്പോയവരുണ്ട്. നിർത്തിപ്പോയാൽ നമുക്ക് ഇവിടെയും 0 ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നേടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സ്ഥിരത വേണം. നമ്മൾ സ്ഥിരമായി നിൽക്കുമ്പോൾ, സ്റ്റേണായി ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആളുകൾ,
സമൂഹം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് 4 വർഷം മുന്നേ ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആള് അതൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞ് എന്നെ തിരിച്ച് ഇങ്ങോട്ട് പിന്നെ ചെയ്യാൻ നോക്കിയ ആള് ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പൊ 2 മാസം മുന്നേ വന്നിട്ട് അപ്പൊ എന്ത് സ്ഥിരമായിട്ട് നിൽക്കണ്ടല്ലോ, അത് നല്ല തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഐഡിയ അടിച്ചുകൊണ്ട് പിന്നാലെ പോലും സാഹചര്യമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായി നിൽക്കുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോയ ആളുകളൊക്കെ നമ്മൾ തേടി വരാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അവർക്ക് മനസ്സിലാവുമല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. എന്താണ് ശരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്? വിൽപ്പനക്കാരുടെയോ ബിസിനസ് പങ്കാളികളുടെയോ ഒരു ശൃംഖല കെട്ടിപ്പടുത്ത് സ്വതന്ത്ര പ്രതിനിധികൾ വഴി വിൽപ്പന നടത്തുന്ന ഒരു സംവിധാനം. മൂന്നാമതൊരാളില്ലാതെ, ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ കച്ചവടം ചെയ്യുന്ന മേഖലയാണത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അങ്ങനെ ഒരുപാട് പേരും ഇതിനുണ്ട്. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഒരു സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു വിങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ കാര്യമായിട്ട് ചെയ്യേണ്ടത്. അവിടെ ഞാൻ ആ സ്ലൈഡ് ഒന്ന് ചെയ്യുന്നുണ്ട്. കാണുന്നില്ലേ മാഡം? ഓക്കെ സാറേ, കാണുന്നുണ്ട്. വെൽക്കം. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല ശുഭദിനം നേർന്നുകൊണ്ട് വെൽക്കം ടു മിനി FSS, ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ്. വിജയത്തിലേക്ക് ആവശ്യമായ ചില ചവിട്ടുപടികൾ ഉണ്ടല്ലോ, അതിൽ ആദ്യത്തേതാണല്ലോ ഫസ്റ്റ്, അങ്ങനെയല്ല നമ്മൾ പറയാറ്. അപ്പൊ അതിലേക്കുള്ള ഒരു ചെറിയൊരു എത്തിനോട്ടം. എന്താണ് ഡയറക്ട് സെല്ലിംഗ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇടനിലക്കാരോ പരസ്യക്കാരോ ഇല്ലാതെ, മൂന്നാമതൊരാളില്ലാതെ കൺസ്യൂമറിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമറിലേക്ക് ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു രീതി. ഈ ഒരു രീതിക്ക് സാധാരണ നമ്മുടെ കച്ചവട രീതിയേക്കാൾ എന്താണ് വ്യത്യാസം? അതായത് ഇവിടെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കുകളാണ്, എന്നിരുന്നാൽ പോലും ആവർത്തിക്കുകയാണ്. നോ സെറ്റപ്പ് കോസ്റ്റ്. കാര്യമായ ഒരു അടിസ്ഥാനമായ ഒരു എന്താ പറയുക, പൈസ മുതൽ മുടക്കില്ലാത്ത ഒരു ബിസിനസ്സാണ്. സ്ഥല സൗകര്യങ്ങൾക്ക് വേണ്ടി, ലേബറിന് വേണ്ടി ഒക്കെ വലിയ സംഖ്യകൾ വരുമല്ലോ. മുതൽ മുടക്ക്, ക്യാപിറ്റലിന് വേണ്ടി, മൂലധനം, ഇതൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് എന്നുള്ളതാണ്. ഇവിടെ ബോസ് ഇല്ല, ടൈം ലിമിറ്റ് ഇല്ല, ടാർജറ്റ് ഇല്ല, ഏരിയ ലിമിറ്റ് ഇല്ല. ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, ഓടിച്ചു പോവുകയാണ്. ഇവിടെ വലിയ ക്വാളിഫിക്കേഷനും ആവശ്യമില്ല. ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിച്ച് ഒരു ചെറിയ കാൽക്കുലേറ്റർ കൂട്ടാനും കുറക്കാനും പറ്റുന്ന ഒരു ചെറിയ വിദ്യാഭ്യാസം ഉണ്ടായാൽ പോലും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മേഖലയാണിത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ വലിയൊരു എക്സ്പീരിയൻസും ആവശ്യമില്ല. ഏതൊരു പ്രവൃത്തിക്കും എക്സ്പീരിയൻസ് വേണം. ഒരു കൈക്കോട്ട് കളക്കുന്ന ഒരാളാണെങ്കിൽ പോലും അത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അതിന്റെ തായ് എന്ന് പറയും ഞങ്ങളുടെ ഭാഗത്തൊക്കെ, അതിന്റെ പിടിയുണ്ടല്ലോ, അത് പൊട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും. എനിക്കറിയാം, എൻ്റെ സുഹൃത്ത് ടാപ്പിംഗ് തൊഴിലാളിയാണ്. അദ്ദേഹം വെട്ട് നിർത്തി കഴിഞ്ഞാൽ, പിന്നെ ടാപ്പിംഗ് നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും പണിക്ക് പോകും. അപ്പോൾ ചെറുവക പണിക്കാണ് പോകാറ്. പക്ഷെ ആ സമയത്ത് ഒരു പണി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം കൈക്കോട്ട് കളക്കാനാണ് പോയത്, തിരൂര് ഭാഗത്തേക്ക്. അദ്ദേഹം പോയി തൊടിയിൽ ഇറങ്ങി അരമണിക്കൂറായപ്പോഴേക്കും കൈക്കോട്ടിന് താഴെ പൊട്ടി, അതിന് പിടി പൊട്ടി. രണ്ടാമത് പൊട്ടി. ഉച്ചയായപ്പോഴേക്ക് 3 താഴെ അദ്ദേഹം പൊട്ടിച്ചത്. അപ്പൊ മുതലാളി അദ്ദേഹത്തെ ഇജ്ജ് പോയിക്കോന്നാണ് പറഞ്ഞയച്ചു. ഇതാണ് അവസ്ഥ. അപ്പൊ ഏതൊരു കാര്യത്തിൽ എക്സ്പീരിയൻസ് വേണം. എന്നാൽ ഇവിടെ കാര്യമായ എക്സ്പീരിയൻസ് ആവശ്യമില്ല, ചെയ്തുകൊണ്ട് ജീവിക്കാവുന്ന ഒരു മേഖലയാണ്. റിട്ടയർമെന്റും ഇല്ല. എത്ര വയസ്സായ ആളുകൾക്കും, 80ഉം 90ഉം വയസ്സായ ആളുകൾക്കും, ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന, സാധിക്കുന്ന രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ്. നോമിനേഷൻ ഫെസിലിറ്റി ഇവിടുത്തെ ഒരു പ്രത്യേകത കൂടിയാണ്. നമുക്കറിയാം, നാം എല്ലാവരും ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ജീവിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ, എത്ര വലിയ ബിസിനസ്മാൻ ആണെങ്കിലും സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളത്തെ കുടുംബത്തിലെ ജീവിതം വളരെ പ്രയാസത്തിലായിരിക്കും. അപ്പൊ അവിടെ ആ ഒരു കാര്യത്തിൽ ഇവിടെ നമുക്ക് വലിയൊരു എടുത്തു പറയാവുന്ന സംഗതി കൂടിയാണ് നമ്മുടെ നോമിനേഷൻ ഫെസിലിറ്റി.
നമ്മളെപ്പോഴും കേൾക്കുന്ന വാക്കുകളാണ്. ലോക ജനത 4 വിഭാഗമാണ്. എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്, അറിയാലോ, ബിസിനസ്മാൻമാർ തുടങ്ങി. 5% പൈസ ഈ സാധു വിഭാഗത്തിന്റെ കയ്യിലാണ്. 95% ആളുകളുടെ കയ്യിലാണ് 5% പൈസ എന്നും, അതുപോലെ തന്നെ 95% പൈസ ഈ വെറും 5% വരുന്ന ബിസിനസ്മാൻമാർ, ഇൻവെസ്റ്റേഴ്സ്, ഇവരുടെ കയ്യിലാണെന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അവിടെ പറയാനുള്ളത്, ഇവര് ഈ ആദ്യം പറഞ്ഞ വിഭാഗത്തിന് അവർ സ്വന്തമായി എഫർട്ട് ചെയ്യുന്നത് കൊണ്ട്, സ്വന്തമായി ഇടപെടുന്നത് കൊണ്ട് ലിമിറ്റഡ് ആയ ഇൻകം മാത്രമേ അവർക്കുള്ളൂ. അവർ അധ്വാനിക്കാൻ പോകുന്ന ദിവസത്തെ, ആക്റ്റീവായ ദിവസത്തെ ഇൻകം മാത്രമേ അവർക്ക് ലഭിക്കുന്നുള്ളൂ, അറിയാലോ. എന്നാൽ മറ്റേ വിഭാഗം ടീം എഫർട്ട് ചെയ്യുന്നത് കൊണ്ട് അൺലിമിറ്റഡ് ആയി അവർക്ക് വരുമാനം കിട്ടുന്നു, പാസീവ് ഇൻകം ലഭിക്കുന്നു. അതായത് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ യൂസുഫ് അലി സാറിന്റെ ആ ഒരു 1,00,000 തൊഴിലാളികൾ അദ്ദേഹത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ കണക്ക് കൃത്യമാക്കാൻ വേണ്ടി നമുക്ക് കണക്കൂട്ടാൻ സുഖത്തിനോട് 1,00,000 എന്ന് പറയാം. 1,00,000 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ഒരാൾ 8 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത് 8 ലക്ഷം മണിക്കൂറാണ്. അദ്ദേഹത്തിന് നമുക്കൊക്കെ 24 മണിക്കൂറേ അല്ലേ ഉള്ളൂ. അപ്പൊ മറ്റുള്ളവരുടെ ടൈം, അവരുടെ പ്രവൃത്തി സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വലിയ വലിയ ബിസിനസ്മാൻമാരൊക്കെ ടീം വർക്ക് ചെയ്തുകൊണ്ടാണ് അവരൊക്കെ വിജയിച്ചു പോരുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥ നമുക്കും അങ്ങനെയൊക്കെ ചെയ്തുകൂടെ? അപ്പൊ അതിന് വലിയ മുതൽ മുടക്കുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനല്ല. ഇവിടെ നമുക്ക് വലിയ മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടത്. അപ്പോ ഇവിടെ നമുക്ക് നേടിയെടുക്കാൻ വേണം. എന്താണ് നേടാനുള്ളത്? ഒരുപാട് നേടാനുണ്ട് ഇവിടെ. ഇഫ് യു വാണ്ട് ഫുൾഫിൽ യുവർ ഡ്രീം, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. അങ്ങനെയാണ്. പെട്ടെന്ന് നേടാൻ കഴിയാത്ത ഒരു ഏതെങ്കിലും നല്ലൊരു സ്വപ്നം, കുറച്ച് വലിയ സ്വപ്നം ആദ്യം ടാർഗറ്റ് ചെയ്യുക, എഴുതി വെക്കുക, എന്നിട്ടത് നേടാൻ ശ്രമിക്കുക. ഇത് തന്നെയാണ് ഇവിടെ ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. ഉദാഹരണം പറയാം, നമുക്ക് റാങ്ക് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യാനാവാം. എന്തെങ്കിലും ഒരു സ്വപ്നം പെട്ടെന്ന് സാധിക്കാൻ പറ്റാത്ത സ്റ്റാർ, റൂബി എന്നുള്ള ചെറിയ റാങ്ക് അല്ല, ഒരു TC ആകുന്ന രൂപത്തിലേക്ക് തുടക്കക്കാരൻ ഒരാൾ ഒരു TC സ്വപ്നം കണ്ട് അതിനൊരു പ്രവർത്തിക്കുക, അല്ലെങ്കിൽ വാഹനം, അല്ലെങ്കിൽ വീട്, ഇങ്ങനെ എന്തെങ്കിലും. അപ്പൊ അത് പിന്നെ അതിന് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുക. ഇത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ മറ്റൊന്ന് നമ്മൾ ചെയ്യേണ്ട സ്ഥിരതയാണ്. നമ്മൾ ഇന്ന് ഇറങ്ങും, 4 ദിവസം കഴിഞ്ഞ് പിന്നെ ഇറങ്ങും, പിന്നെ ഇന്ന് നടക്കൂല, അന്ന് മഴയാണ്, ഈ ഒരു രൂപത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും നേടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. കൺസിസ്റ്റൻസിക്ക് വേണ്ടി ഒരു 4 ABCD 4 കാര്യങ്ങളെ കുറിച്ച് പറയാം നമുക്ക്. ഒന്നാമത്തത് ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്. കൺസിസ്റ്റൻസി, സ്ഥിരത വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് മഴയാണ്, അല്ലെങ്കിൽ ഇന്ന് മറ്റൊരു കല്യാണമാണ്, കുടിയിരിക്കലുണ്ട്, തുടങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് പരമാവധി നമ്മൾ ഒഴിവാക്കാൻ നോക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കത് അകലെയാണ്, വിജയം അകലെയാണെന്നല്ല പറയാനുള്ളത്. അപ്പൊ നമുക്ക് വേണ്ട, ഇഫ് യു വാണ്ട് എ ചേഞ്ച് ഫസ്റ്റ് യു ചേഞ്ച്. ബഹുമാനപ്പെട്ട ബെല്ലി സാർ എപ്പോഴും പറയുന്ന ഒരു വാക്കാണല്ലോ, നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ, എപ്പോഴും മൂപ്പർ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കാണത്. അപ്പോൾ അതിന് വേണ്ടത് ഒന്ന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, വിന്നിങ് ആറ്റിറ്റ്യൂഡ് എന്നൊരു പേര് കൂടി അതിനുണ്ട്. എന്നാൽ മറ്റൊന്നാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. അത് നമ്മളെ ഒരു മൂലക്ക് ഇരുത്തുന്ന സംഗതിയാണ്. ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് സന്തോഷം നൽകും, മാത്രമല്ല ഒരുപാട് വിജയത്തിലേക്ക് എത്തിക്കുന്ന സംഗതിയാണ്. ഏതൊരു കാര്യത്തിലും നമുക്ക് അവസാനം ഒരു സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ്. എന്നാൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സ്വഭാവമാണ്. അത് നമ്മളെ പരാജയത്തിലേക്കും അവസാനം ദുഃഖത്തിലേക്കും എത്തിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. ആ പോസിറ്റീവ് മൈൻഡാണ് ഏതൊരു വിഷയത്തിലും നമുക്ക് വേണ്ടത്. ഒരാൾ നമ്മളെ അടിക്കുകയാണെങ്കിൽ പോലും അവിടെ നമുക്ക് ഒരു പോസിറ്റീവ് ചിന്താഗതി കൊണ്ടുവരാൻ ശ്രമിക്കണം. എങ്ങനെ? അത് അറിയാതെ സംഭവിച്ചേക്കാരം, രണ്ടാമതൊക്കെ വരുന്ന സമയത്ത് നോക്കണ്ടേ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൈ തട്ടിയതേക്കാരം എന്ന് ചിന്തിക്കാം നമുക്ക്. ഉദാഹരണം പറഞ്ഞതാണ്, അങ്ങനെ ഒരാൾ അടി വാങ്ങണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു ഉദാഹരണം പറഞ്ഞൊന്നുമില്ല. അപ്പൊ എന്തൊരു കാര്യത്തിൽ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡ്, നമ്മളെ മനോഭാവം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അത് ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻ യുവർ ആൾട്ടിറ്റ്യൂഡ്. നിങ്ങൾ ഉയരം നിശ്ചയിക്കുന്നത് നിങ്ങളെ മനോഭാവം തന്നെയാണ്. എനിക്ക് കഴിയില്ല എന്നുള്ള ചിന്താഗതി പല ആളുകൾക്കുള്ളതാ. ഞാനത് പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല, അത് നീ ചെയ്താൽ മതി. ഈ ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ കാലാകാലം ശരിയാകാനും പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്വന്തം മനോഭാവം മാറ്റിയെടുക്കുക. ഈ ടീ ഒഴിവാക്കുക. ആ ടീ ഒഴിവാക്കുമ്പോൾ ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന ഒരു ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോവുക. ഏതൊരു കാര്യത്തിലും, നമ്മൾ ബിസിനസ് ഒന്നുമില്ല, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ മറ്റൊന്നാണ് ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ്, ലോ തിങ്കിങ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ സാമ്പത്തികമായും സാമൂഹികമായും നമ്മൾ ഹൈ തിങ്കിങ് ആണ് നമുക്ക് വേണ്ടത്. എന്നാൽ ലോ തിങ്കിങ് വരുമ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞത്, നമുക്ക് ഡൗൺ ആണ്, നമുക്ക് ദുഃഖങ്ങളാണ്, പരാജയങ്ങൾ തരിക എന്നുള്ളതാണ്.
പിന്നെ മറ്റൊരു കാര്യം ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡാണ്. അതോടുകൂടി തന്നെ കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ്. ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ നേടിയെടുക്കുന്നത് നമുക്ക് വേണ്ടത്. കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ് നമ്മൾ കാലം ചെറുപ്പം മുതൽ 1ാം ക്ലാസ് പഠിക്കാൻ, 1ാം ക്ലാസ് അല്ല, കുഞ്ഞു കുട്ടിയാകുമ്പോൾ തന്നെ നമ്മൾ മുട്ടായി വാങ്ങിയും മറ്റു തുടങ്ങിയ വാങ്ങലാണ്. ഈ വാങ്ങൽ മരിക്കോളം വാങ്ങിക്കൊണ്ടേയിരിക്കും. എന്നാൽ വിൽക്കുന്നവരാകാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിയുക. വാങ്ങിയിട്ടൊന്നും നേടാനില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. അത് ഈ കൺസ്യൂമർ ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറി ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് വരാൻ നോക്കുക എന്നുള്ളതാണ്. കാരണം എപ്പോഴും ബിസിനസ്മാൻ കൈ മുകളിൽ വരുന്നതാണ് എപ്പോഴും വിജയത്തിലേക്കുള്ള ഇത്. താഴെ വാങ്ങുന്ന ഈ വാങ്ങുന്ന കൈ എന്നും വാങ്ങിക്കൊണ്ട് വിൽക്കുന്ന കൈ എപ്പോഴും ഉയരത്തിലായിരിക്കും. പിന്നെ അടുത്ത ബിലീഫ്, വിശ്വാസം. വിശ്വാസം എന്ന് പറയുമ്പോൾ ഫെയ്ത്ത്, വിശ്വാസം. ഇപ്പൊ ഈ ഒരാള് ഒരു ചെറിയ നൂലിലാണ് ഈ നിൽക്കുന്നത്. ആ നൂലിന്റെ ഒരു ഉറപ്പും കാര്യങ്ങളും സത്യത്തിൽ അദ്ദേഹത്തിന് അറിയില്ല. അതിന് എവിടെയെങ്കിലും ഡാമേജ് ഉണ്ടെന്ന് പറയാൻ പറ്റുമല്ലോ. പക്ഷെ അതൊരു വിശ്വാസമാണ്. അത് ചതിക്കൂല എന്നുള്ള ഒരു ധൈര്യത്തിലുള്ള ഒരു വിശ്വാസം. ഇവിടെ ബിലീഫ് ഈസ് സ്ട്രോങ്ങർ ദാൻ മണി ആൻഡ് പവർ. വിശ്വാസമാണ് സമ്പത്തിനേക്കാളും അതുപോലെ തന്നെ എല്ലാത്തിനേക്കാളും പവറിനേക്കാളും ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പോൾ വിശ്വാസമാണ് എല്ലാത്തിനും വേണ്ടത്. എന്താ വിശ്വാസം വേണ്ടത്? കമ്പനിയിൽ വിശ്വാസം വേണം, പ്രൊഡക്റ്റിൽ വിശ്വാസം വേണം, നമ്മളെ കൊണ്ടുവന്ന നമ്മളെ നിയന്ത്രിക്കുന്ന ലീഡേഴ്സിൽ വിശ്വാസം വേണം. അതിലൊക്കെ പുറത്ത് സ്വന്തമായിട്ട് വിശ്വാസം വേണം. നീഡ് സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ് ആണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അതിൽ ഒന്നുമില്ല. ലീഡർ എത്ര ഇടങ്ങാറായിട്ടും കാര്യമില്ല, എത്ര നിർബന്ധിച്ചിട്ട് കാര്യമില്ല. സ്വന്തമായി കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് പോയി. അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇറങ്ങാനും തോന്നില്ല. കമ്പനിയെ കുറിച്ച് എങ്ങനെ പറയാം? എന്താ പറയാനുള്ളത്? ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ്. 100-ലധികം ഡെയിലി യൂസേജ് പ്രൊഡക്റ്റുകൾ നമ്മുടെ മുന്നിലുണ്ട്. പല കാറ്റഗറിയിലുള്ള 27-ലധികം ആയുഷ് സർട്ടിഫിക്കറ്റ് ഉൽപ്പന്നങ്ങളുണ്ട്. സ്വന്തമായി റിസർച്ച് സെന്റർ ഉണ്ട്. എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങളുണ്ട് സ്വന്തം. 40-ലധികം സയന്റിസ്റ്റുകൾ, 100ഓളം സയന്റിസ്റ്റുമാരുള്ള വലിയൊരു വിങ്ങാണ് നമ്മുടെ സയന്റിസ്റ്റുമാർ. അതുപോലെ തന്നെ നമുക്ക് ഹാർവർഡ് സക്സസ് അക്കാദമി, അതുപോലെ തന്നെ MA DigiWorld എന്നീ 2 രൂപത്തിലുള്ള പഠന സൗകര്യങ്ങൾ, കാര്യങ്ങൾ അറിയാനുള്ള എല്ലാ സംഗതിയും നമുക്കുണ്ടല്ലോ. ഇത് സിസ്റ്റമാറ്റിക് ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ എളുപ്പമുള്ള സംഗതിയുമാണ്. ഒന്നുമില്ല, നമ്മൾ പേരൊന്ന് രജിസ്റ്റർ ചെയ്യുക, കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ളത് വാങ്ങുക, എന്നിട്ട് ഉപയോഗിച്ചിട്ട് താല്പര്യപ്പെട്ടാൽ സെൽ ആൻഡ് എക്സ്ട്രാ ഇൻകം, സെൽ ആൻഡ് എക്സ്ട്രാ ഇൻകം. ഇത് ഈ ഓപ്പർച്യൂണിറ്റി മറ്റുള്ളവരിലേക്ക് കൊടുത്തുകൊണ്ട് എക്സ്ട്രാ ഇൻകം വാങ്ങാൻ നോക്കുക എന്നുള്ളതാണ്. സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? പിന്നെ പ്രൊഡക്റ്റ് എന്താ വിശ്വാസം? 27-ലധികം ആയുഷ് സർട്ടിഫിക്കറ്റുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഉൽപ്പന്നങ്ങളാണ്. ഇത് മരുന്ന് വിഭാഗത്തിൽ പെടുന്നതല്ല, ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ മാത്രമല്ല അതോടുകൂടെ ബേബി ടു ബാബ ഐറ്റംസിൽ പെട്ടതാണ്. ഏത് പ്രായക്കാർക്കും, ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ കഫ്നീലുണ്ടല്ലോ, കഫ്നീൽ ഉദാഹരണം പറഞ്ഞുള്ളൂ. അത് സാധാരണഗതിയിൽ ഒരു കുട്ടിയെടുത്ത്, ഒരു 5 വയസ്സായ കുട്ടിയെടുത്ത് ഒന്നായിട്ട് കഴിച്ചാൽ പോലും യാതൊരുവിധ പ്രയാസവും ആ കുട്ടിക്ക് ഉണ്ടാവില്ല. അത് രാവിലെ അത് വയറ്റുന്ന പോയിക്കാണ്ട് അത് ക്ലിയർ ആയിക്കോളും. എന്നാൽ സാധാരണഗതിയിൽ മെഡിക്കൽ മേഖലയിലുള്ള ഒരു മരുന്ന് എടുത്തിട്ട് ആ കുട്ടി ഫുള്ളായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതേ ബാക്കി ഞാൻ പറയുന്നില്ല. ഇതാണ് അവസ്ഥ. എന്നാൽ യാതൊരുവിധ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഉൽപ്പന്നം. മാത്രമല്ല പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾ, ഹെൽത്ത് കെയർ ഐറ്റംസുകൾ, ബോഡി കെയർ ഐറ്റംസുകൾ, ഹോം കെയർ ഐറ്റംസുകൾ, അതുപോലെ തന്നെ ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകൾ, ആഗ്രോ കെയർ ഉൽപ്പന്നങ്ങൾ. ആഹാറിൽ ഇപ്പോൾ 4-5 ഐറ്റം പുതിയത് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ പർച്ചേസ് ചെയ്തിട്ട്, ആരെങ്കിലും പർച്ചേസ് ചെയ്തോ? എല്ലാവരും ഞാൻ പർച്ചേസ് ചെയ്തു. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത് 4ആണ് വന്നിട്ടുള്ളത്. അത് ഞാൻ ഇപ്പോൾ മിന്നാന്ന് പോയപ്പോൾ വ്യാഴാഴ്ച പോയപ്പോൾ പർച്ചേസ് ചെയ്തു. ഞാൻ ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് മുന്നിലുണ്ടല്ലോ. 95 ഒക്കെ റിസൾട്ട് കണ്ടമാനം കേട്ടതാ. നമ്മൾ പേസ്റ്റ് എല്ലാവർക്കും പറയാനുള്ള പേസ്റ്റിനെ കുറിച്ചാ. നിങ്ങളെ പേസ്റ്റ് ഉഷാറട്ടോ, അതേ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ പറയും അത് ഉപയോഗിച്ചിട്ടല്ലേ ഉള്ളൂ, അല്ലാത്ത ഉപയോഗിച്ചോക്കണം, അപ്പോഴേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ ഈ ലിവാഗയുടെ റിസൾട്ട് ഒക്കെ ഞാൻ ഇരിക്കുന്ന ഞാൻ തന്നെയാണ്. 18 രൂപ വിലയുള്ള ഗുളിക 2 നേരം കഴിച്ചതിനുള്ള ഗ്യാസ് തന്നെയാണ്. ഇപ്പൊ സ്ഥിരമായിട്ട് ഗുളിക അല്ല, എന്നാൽ തീരെ കഴിക്കാറില്ലേ? അത് ഞാൻ പറയുന്നില്ല, എപ്പോഴേലും കുറഞ്ഞ് കഴിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ആ അവസ്ഥയിൽ നിന്ന് മാറി രാവിലെയും വൈകുന്നേരം ഹെവി ഗുളിക കഴിക്കാത്ത ഞാൻ പച്ചവെള്ളം കുടിച്ചാൽ ആ പച്ചവെള്ളം 2 മണിക്കൂർ കഴിഞ്ഞാലും പച്ചവെള്ളം ദഹിക്കാൻ 5 മിനിറ്റാണ്. എന്നാൽ ആ 2 മണിക്കൂർ കഴിഞ്ഞാൽ പോലും ആ പച്ചവെള്ളത്തിന് തണുപ്പ് മുകളിലേക്ക് തികട്ടി വരുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അതിലൊക്കെ മാറ്റം വരുന്നത് നമ്മൾ ലിവാഗൻ, ഇമ്മ്യൂനോത്രി എന്നുള്ള സംഗതി. അന്ന് പ്രോബയോട്ടിക് ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക് റിസൾട്ട് നമ്മുടെ മുന്നിലുണ്ട്. മാൻ ശക്തിമാൻ എന്നുള്ള ആ ഉൽപ്പന്നത്തിന് 9 ആളുകൾക്ക് മക്കളായ അനുഭവം എനിക്കുണ്ട്. ഇതാണ് അനുഭവം. ഇങ്ങനെയൊക്കെ ഒരുപാട് റിസൾട്ടുകളുണ്ട്. ഹ്യൂമൻ കമ്പാനിയൻ, ഫീലിംഗ്, അതൊക്കെ വീട്ടിൽ തന്നെ കിട്ടിയ മൈഗ്രെയിന്. ഞാൻ റിസൾട്ടുകൾ കൂടുതൽ പറയുന്നില്ല. പിന്നെ ഒന്ന് വേണ്ട കമ്മിറ്റ്മെന്റാ, പ്രതിബദ്ധത.
എനിക്കാണെന്ന തോന്നൽ, സ്വന്തമാണെന്ന തോന്നൽ, ഒരു കര പറ്റണം എന്ന ചിന്ത, ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കും. ഇത്രയൊക്കെ മതി. ഇപ്പൊ ഇത്ര ഈ വയസ്സുന്ന ആളെ കഴിഞ്ഞില്ല, ഇപ്പൊ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, ഇനിയിപ്പോ എനിക്കാവൂല എന്നൊരു ചിന്താഗതിയാണെങ്കിൽ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ സേവനം നമുക്ക് ആവശ്യമാണ്. നമുക്ക് വേദനകൾ, ഒരുപാട് പ്രതിബദ്ധത, ഉത്തരവാദിത്വം, അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് തരും. ഏത് വേദനകൾ? കൂടുതൽ വേദനകളാണ്. നോക്കുകയാണെങ്കിൽ എവറസ്റ്റ് കീഴടക്കിയ ഒരാളെ സംബന്ധിച്ച് എന്തെല്ലാം ആഗ്രഹങ്ങൾ, എന്തെല്ലാം ഒരു ഇതുണ്ടാവും, നാട്ടിൽ വലിയ നിലവാരം ഉണ്ടാവും. അദ്ദേഹത്തെ കുറിച്ച് എപ്പോഴും പത്രത്തിലും വാർത്തയിലും സമൂഹ മാധ്യമമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. അദ്ദേഹത്തിന് ഒരു ഞാൻ എന്തൊക്കെയോ നേടി എന്ന ചിന്താഗതി ഉണ്ടാവും. എന്നാൽ നമുക്കറിയാം, ഇതിന് അരുണിമ സിൻഹ ഇത് കേട്ടോ, സ്വന്തം ഒരു കാലില്ലാത്ത ഒരാള് ഈ എവറസ്റ്റ് കീഴടക്കിയത് ബഹുമാനപ്പെട്ട വെല്ലസ് സാർ അദ്ദേഹത്തിന്റെ വൺ ഡേ ട്രെയിനിങ് ക്ലാസ്സിൽ എപ്പോഴും പറയുന്ന ഒരു ആളാണ് ഈ നിൽക്കുന്നത്. ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലല്ലോ. അപ്പോ അധ്വാനിച്ച് നേടിയെടുത്തൊരു വിജയം അതൊരുപാട് അഭിമാനങ്ങൾ നൽകും. അതാണ് പറഞ്ഞത്, ഒരുപാട് വേദനകൾ സഹിക്കുമ്പോൾ അവസാനം നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുന്നുള്ളത്. ഒരു അമ്മ ഒരു കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പ്രസവിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അതോടുകൂടെ മറന്ന് ആ അമ്മ സന്തോഷത്തിലാവുകയാണ്. എത്ര പ്രയാസപ്പെട്ടാണ് പ്രസവിക്കുന്നത്. അതിന് മുന്നേ 9 മാസം 10 മാസത്തോളം ആ കുട്ടിയെ കൊണ്ടു നടക്കുന്ന സാഹചര്യം വയറ്റിൽ വെച്ച് കൊണ്ട് അറിയാലോ. അത് കൂടുതൽ പറയേണ്ട ആവശ്യം നമുക്ക് ആർക്കും ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എത്ര വലിയ വേദനയാണെങ്കിലും അവസാനം ലഭിക്കുന്ന ആ സന്തോഷം അത് തന്നെയാണ് അതിൻ്റെ ഒരു വലിയ കാര്യം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയും അങ്ങനെ കുറച്ച് കഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് വരുമാനങ്ങളിലേക്ക് എത്തുമ്പോൾ എത്ര കഷ്ടപ്പെട്ടു ആ കഷ്ടപ്പാടൊന്നും നമ്മൾ പിന്നെ ഓർക്കാത്തൊരവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡ്യൂപ്ലിക്കേഷനാണ്. പരിശ്രമിക്കുക, ലീഡർഷിപ്പിലേക്ക് ഉയരുക. ഈ 3 കാര്യമാണ്. ലീഡറെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ സ്വയം ഒരു ലീഡർ ആവുക. ആ ഒരു അവസ്ഥയാണ്. ഇതേമാതിരി ഇതാണ് ഒരു പൂമ്പാറ്റയുടെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്, ഒരു സർക്കിള്. ഈ രൂപത്തിൽ ഇതിന് മാറ്റം വരുത്താൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇത് മാറ്റിയിട്ട് ഇവിടെ വേറെ ഒന്നാക്കാൻ നമുക്ക് അല്ലല്ലോ. കാരണം ഇതാണ് കാലങ്ങളായിട്ട് ചെയ്യുന്ന പൂമ്പാറ്റയുടെ സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ വേണ്ടത്. നമ്മൾ വരിക, ലീഡർ ചെയ്യുന്ന കാണുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, വീണ്ടും ചെയ്യുക, വീണ്ടും ചെയ്യുക, സ്വയം ലീഡർഷിപ്പിലേക്ക് വരിക, അടുത്ത ലീഡറിനെ ഉണ്ടാക്കാൻ നോക്കുക. ഈ ഒരു അവസ്ഥ, ഈ ഒരു സംവിധാനം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് വിജയിക്കാൻ ആവശ്യമായത് ഫീൽഡ് വർക്ക് മാത്രമാണ്. ഒരു ഫീൽഡ് വർക്കിന് വേണ്ട ഒരു 4 കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് സൂചിപ്പിക്കാം. ഒന്ന് റീറ്റെയിൽ ആണ്, മറ്റൊന്ന് റീപർച്ചേസ് ആണ്, മറ്റൊന്ന് റിക്രൂട്ട്മെന്റ് ആണ്, മറ്റൊന്ന് റീടെൻഷൻ ആണ്. റീറ്റെയിൽ ചെയ്ത് അപ്പോൾ നമ്മൾ റീപർച്ചേസ് ഉണ്ടാവും. അതോടുകൂടെ ക്രമേണ ഒരു 2 പ്രാവശ്യത്തിലധികം ഒന്നും ഒരാൾക്ക് സാധനം കൊടുക്കാൻ പാടില്ല എന്നാണ്. പിന്നെ അവരെ റിക്രൂട്ട്മെന്റ് ചെയ്ത് പിന്നെ അവർക്ക് അങ്ങനെ സാധനം കൊടുക്കുക. ചില ആളുകൾ 1ാമത്തെ ട്രിപ്പ് തന്നെ പിന്നെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. അതല്ല, അവർക്ക് റിസൾട്ട് കിട്ടുന്നവരെ ഒന്ന് ശ്രമിച്ച് 1-2 പ്രാവശ്യം അവർ കൊടുത്തതിന് ശേഷം ചെയ്യലാണ് ഒന്നുകൂടി അവർക്കൊരു പിന്നെ അവർ തെളിയാൻ നല്ലത്. അങ്ങനെ ക്രമേണ ആവുമ്പോഴേ ഈ അടിയത്തെ പറഞ്ഞ റീടെൻഷൻ ഉണ്ടാവുള്ളൂ, സ്ഥിരത ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടായിക്കോളുന്നില്ല. അപ്പൊ റീറ്റെയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിൽ ഈസ് ദി ബ്ലഡ് ബ്രീത്ത് ഓഫ് അവർ ഇൻഡസ്ട്രി. നമ്മുടെ ഈ ഒരു മേഖലയുടെ ജീവവായുവും ബ്ലഡുമാണ് റീറ്റെയിലിംഗ്. അതില്ലെങ്കിൽ ഒന്നുമില്ല. റീറ്റെയിലാണ് ആദ്യം വേണ്ടത്. മാത്രമല്ല നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് 35,000-ന്റെയും 1,00,000-ന്റെയും ഇടയിൽ വരുന്ന സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓപ്പറേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ലൈക്ക് എ ട്രഡീഷണൽ ബിസിനസ്, ഒരു ട്രഡീഷണൽ ബിസിനസ് കൈകാര്യം ചെയ്യുന്നത് പോലെ ആയിരിക്കണം നമ്മളെ കൈകാര്യം ചെയ്യുന്നത്. അതെങ്ങനെ? നമ്മൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇത് മുതൽ മുടക്കില്ലാത്തതുകൊണ്ട് നമുക്കൊരു പിന്നെ പുരുഷത്ത് ഞങ്ങൾ വന്ന് പുരുഷത്ത് എന്ന് പറയാം, ഒരു വില ഉണ്ടാവില്ല. അവരെന്ത് പറയും, പിന്നെ അതിപ്പോ നേരെ മറിച്ചോ ഒരു 5 ലക്ഷം മുടക്കി ചെറിയ ഒരു കട തുടങ്ങി, 10 ലക്ഷം തുടങ്ങി ഒരു കട തുടങ്ങി, വേണ്ട ഒരു 50,000 മുടക്കി ചെറിയ പെട്ടിക്കട തുടങ്ങിയാൽ പോലും ആ ക്യാഷ് പോണ ബേജാറുണ്ടായതുകൊണ്ട് രാവിലെ തുണി പോയാൽ മറ്റേ അവിടെ ഉണ്ടാവും. നേരെ മറിച്ച് ഇതിന് പോകാൻ തയ്യാറില്ല, കാരണം വലിയ മുതൽ മുടക്കില്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ അങ്ങനെയല്ല. ഇവിടെ ചെയ്യേണ്ടത് ഒരു സാധാരണ ട്രഡീഷണൽ ബിസിനസ് ഏത് രൂപത്തിൽ ചെയ്യുന്നോ ആ മട്ടത്തിൽ തന്നെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ കസ്റ്റമർ ഈസ് ദി കിങ്. കസ്റ്റമർ രാജാവായിട്ട് കണ്ട് അവര് ചില പൊട്ടത്തരം പറഞ്ഞാൽ പോലും മൂടേണ്ട, ഹംക്കിന് മൂടാന്ന് പറയും. മൂടാൻ പാടില്ലെങ്കിലും ചില സാഹചര്യത്തിൽ മൂടേണ്ട അവസ്ഥ വരും. അപ്പൊ ചുരുക്കി പറയാം, കസ്റ്റമർ അവൻ തന്നെ രാജാവ്, അവനെ പരിഗണിക്കുക. അതുപോലെ എസ്റ്റാബ്ലിഷ് ദി ബിസിനസ് ടു ദി നെയ്ബേഴ്സ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, etc. നമ്മുടെ സുഹൃത്തുക്കളോടും അയൽവാസികളോടും കുടുംബക്കാർ ഒക്കെ ഇതിനെ സംബന്ധിച്ച് ഈ ബിസിനസ് കുറിച്ച് കൂടുതൽ വാചാലനാവുക, വിശദീകരിക്കുക. എന്നിട്ട് ചേഞ്ച് ദെയർ പർച്ചേസിങ് ഹാബിറ്റ്. എന്നിട്ട് അവരുടെ പർച്ചേസിങ് ചെയ്യുന്ന ആ രീതി, ആ സ്വഭാവം മാറ്റിയെടുക്കുക. കാരണം അവരൊക്കെ കുളിക്കുന്നവരാണ്, സോപ്പ് വേണം,
അവർക്ക് പല്ല് തേക്കുന്നതാണ്, പേസ്റ്റ് വേണം, ബ്രഷ് വേണം, അവർ തലയിൽ എണ്ണ തേക്കുന്നവരാണ്. ഇങ്ങനെ എല്ലാ സംഗതി അവർ നമ്മെ പോലെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവരുടെ ആ ഒരു പർച്ചേസിങ് ഹാബിറ്റ് ക്രമേണ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനെന്താ വേണ്ടത്? ടാക്ക് വിത്ത് എക്സൈറ്റ്മെന്റ് അബൌട്ട് അവർ പ്രൊഡക്ട്സ് ആൻഡ് റിസൾട്ട്. നമ്മൾ റിസൾട്ടിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും ഒക്കെ ആളുകൾ ഇവരോടൊക്കെ ഈ പറയപ്പെട്ട ആളുകളൊക്കെ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം നമുക്ക് ഈ നമ്മുടെ ഇൻകം കിട്ടുന്നത് എന്താണ്? ഈ റീറ്റെയിൽ ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ മട്ടത്തിലാവുകയുള്ളൂ, വിജയത്തിലേക്ക് എത്തുള്ളൂ എന്നുള്ളതാണ്. ഇത് നോക്കിക്കോളി. രണ്ടാമത് റീപർച്ചേസ് എന്ന് പറയുമ്പോൾ അത് എല്ലാവരും പറയും റീപർച്ചേസ് ചെയ്യാനൊക്കെ കഴിയില്ല, കാരണം ഞാൻ കച്ചവടം ചെയ്യണില്ലല്ലോ, ഞാൻ വിൽക്കണില്ലല്ലോ, ഞാൻ സ്വന്തം ഉപയോഗത്തിനല്ലേ ഉള്ളൂ എപ്പോഴേലും വാങ്ങണത്. അവിടെയാണ് പോയിന്റ്. കണ്ടോളി, യൂസ് യുവർ സെൽഫ് ഫസ്റ്റ്. ആദ്യം നമ്മളൊന്ന് ഉപയോഗിക്കുക. അധികം ആൾക്കാർക്ക് പേടിയേക്കാരം. അവനാന്റെ കുട്ടികളല്ലേ, ബേജാറുണ്ടാവില്ലേ, വലിച്ചു കഴിഞ്ഞാൽ കൊണ്ടു ആശുപത്രിക്ക്. ഇവിടെ കയ്യിൽ നല്ല സാധനം ഉണ്ടാവും, കവചപ്രാശം ഉണ്ടാവും, ബിലോ 37 ഉണ്ടാവും, കഫ്നിൽ ഉണ്ടാവും, പക്ഷെ വേഗം കൊണ്ടുപോകണ്ട ഹോസ്പിറ്റലിലേക്ക്. ആ അവസ്ഥയിൽ മാറ്റി സെൽഫ് യുവർ ഫസ്റ്റ്, സ്വന്തമായി ഉപയോഗിക്കുക. ഇപ്പൊ ഒരുപാട് സംഗതികൾ, ഇപ്പൊ ക്യാമറ ഇവിടെ ഇതിന്റെ മേശപ്പുറത്ത് തന്നെ 5-6 ഐറ്റംസ് ഉപയോഗിക്കാൻ ഓപ്പൺ ആയതുണ്ട്. ഇപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ലിവാഗേന്, ഇമ്മ്യൂനോസ്ത്രി കാണുന്നുണ്ടോന്ന് അറിയില്ല, അതുപോലെ നോവേദന ക്യാപ്സൂള്, ബിലോ 37, വെൽഹാർട്ട്, ഇനി അടുക്കളയിൽ കവചപ്രാശ് ഉണ്ട്, പിന്നെ മാൻശക്തിമാൻ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട്. മാൻശക്തിമാൻ കഴിക്കുന്ന ഒരു ഹെൽത്തിക്ക് വേണ്ടിയിട്ടാണ്, രാത്രി ഒന്ന് കഴിക്കുക എല്ലാ ദിവസവും. അത് ഹെൽത്തി ഉദ്ദേശിച്ചിട്ടാണ്. അപ്പൊ ഞാൻ ചോദിക്കുക സെൽഫ് യുവർ ഫസ്റ്റ്. പിന്നെ അവോയ്ഡ് ഫിയർ, പേടി ഒഴിവാക്കുക. ഇതിലെന്തെങ്കിലും സംഭവിക്കുമോ, അത് പറ്റില്ല. അപ്പൊ അത് ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സെൽ റിസൾട്ട് ഫസ്റ്റ് ദെൻ പ്രൊഡക്റ്റ്. ആദ്യമായിട്ട് ആളുകളിലേക്ക് ഇതിന്റെ റിസൾട്ട് ആണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത്. നോക്കാം, എൻ്റെ അടുത്ത് ഇങ്ങനെ സാധനം ഉണ്ട് എന്നല്ല കേട്ടോ, അതല്ല പറയാം. ആദ്യമായിട്ട് നോക്കിയാൽ ഒരു സംഗതി ഉണ്ട്, എന്താ റിസൾട്ട് എന്ന് അറിയാം. പല്ലിന്റെ വേദന, പല്ല് പൊളിപ്പ് തുടങ്ങി ഒരുപാട് സാധനം പോകുന്ന സാധനമുണ്ട്, ഒരുപാട് ആൾക്ക് റിസൾട്ട് കിട്ടിയ സാധനമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ആളുകളെ വശീകരിപ്പിച്ച് ക്രമേണ അവരിലേക്ക് നമ്മളെ പേഷനെ കുറിച്ച് വിവരം കൊടുക്കുക. അങ്ങനെ ഓരോന്നും അങ്ങനെ തന്നെ. അപ്പൊ റിസൾട്ട് ആണ് ഫസ്റ്റ് സെയിൽസ് ചെയ്യേണ്ടത്. ഈ റിസൾട്ട് കൊണ്ടാണ് കോൺഫിഡൻസ് ധാരാളം ഉണ്ടാകുക, ലെവല് കൂടുന്ന. നെഗറ്റീവ് വരും, അത് ഉറപ്പാ. ആളുകൾ നെഗറ്റീവ് പറയും. കാരണം സാധാരണഗതിയിൽ നിന്നിനെ മാതിരിയല്ല. ഇപ്പൊ കുറെ സോപ്പിന്റെ പേഷനെ പരസ്യം ചെയ്യുമ്പോൾ ആളുകൾ എന്തെനിക്ക് പറ്റി ചോദിക്കുക, അതൊക്കെ ഒന്നുമില്ല. അപ്പൊ നെഗറ്റീവ് വരും. എന്നാൽ നെഗറ്റീവ് വന്നോട്ടെ, മസ്റ്റ് റൈസ് ലേക്ക് ടീക്ക് ട്രീ. തേക്ക് മരത്തെ പോലെ നീ ഉയർത്തെഴുന്നേൽക്കണം എന്നാണ് പറയാനുള്ളത്. എന്താണ് അത് പറയാൻ കാരണം? തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. ഈ തേക്ക് മരം ചെറുതായി ചുട്ടിട്ടാണ് അത് വിത്ത് ഉണ്ടാക്കുന്നത്, അതിന്റെ കുരു. അപ്പോഴേ അത് ഉയരുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ തീയിൽ കുരുത്ത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്നത് ഈ തേക്കിനെ കുറിച്ചാണ്. തേക്ക് മരത്തിലെ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തണം. നെഗറ്റീവ് വന്നോട്ടെ, അത് പോസിറ്റീവായി എടുത്ത് നമ്മൾ ഉയരാൻ ശ്രമിക്കുക, വളരാൻ ശ്രമിക്കുക. 3 റിക്രൂട്ട്മെന്റ് ആണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞു, സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. സാധനം വിൽക്കുക എന്നുള്ളതല്ല, ഓപ്പർച്യൂണിറ്റി ആളുകളിലേക്ക് കൊടുക്കുക. സേ ടു ആൾ, എല്ലാവരോടും പറയാം, എല്ലാവരോടും ആ അവസരം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ പറയാൻ മടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറഞ്ഞു കൊണ്ടുപോകും. ഇപ്പൊ എൻ്റെ അടുത്ത നാട്ടിൽ തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെ ഇത് മൈ ലൈഫിൽ വന്ന്, കാരണം മുമ്പ് ആളുകൾക്ക് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് എന്താ, അവര് അന്ന് ഞാൻ പറഞ്ഞത് അവർ കേട്ടില്ല, അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. വേണമെങ്കിൽ ഞാൻ തുടക്കത്തിലല്ലേ, പിന്നെ അവരിനി വരില്ല വിചാരിച്ച് പിന്നെ പറഞ്ഞില്ല. ഇപ്പൊ സജീവ പ്രവർത്തകന വേറെ ടീമില്, ഇപ്പൊ TCI ATCയിലേക്ക് നടപ്പാ. അപ്പൊ അതാണ് നമ്മൾ പറയാൻ മടിച്ചു കഴിഞ്ഞാൽ അതാണ് അവസ്ഥ. അപ്പൊ എല്ലാവരോടും പറയാം, അവസരം ഉപയോഗപ്പെടുത്തുക, വീണ്ടും ഇതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേ നമുക്ക് പാസീവ് കിട്ടുള്ളൂ, നോമിനേഷൻ ഫെസിലിറ്റിക്ക് അപ്പോഴേ കിട്ടുള്ളൂ. കാരണം മൈ ലൈഫിൽ ഉണ്ടായി അരിച്ച് നോമിനേഷൻ ഫെസിലിറ്റി കിട്ടുള്ളൂ. അതിന് എന്തെങ്കിലും കൊട്ടയ്ക്ക് എന്തെങ്കിലും ചാടണ്ടേ, വീഴുമ്പോഴല്ലേ കിട്ടുള്ളൂ. ആ വീടുകൊണ്ടിരിക്കുന്ന ഫാമിലിക്ക് എത്തുക. അത് എത്ര എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടീം ഉണ്ടാവണം. റിക്രൂട്ട്മെന്റ് ഈസ് റൂട്ട് ക്ലിയറിങ്. റിക്രൂട്ട്മെന്റ് ആണ് റൂട്ട്, അതിന്റെ വേര്, അതിന്റെ ദിശ, വഴി ക്ലിയർ ആകുക. ഉദാഹരണം പറയാം, നമുക്ക് 2 പിക്ചറുകളാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ആദ്യത്തെ മരം നോക്കൂ, മുകളിലുള്ളതിനേക്കാൾ അടിയിലുണ്ട്. മുകളിലുള്ളതിനേക്കാൾ എന്ന് പറഞ്ഞാൽ ഭാരമല്ല ഉദ്ദേശിച്ചത്, അതിന്റെ ശിഖരങ്ങൾ മുകളിലുള്ളതിനേക്കാൾ താഴെ വേരുകൾ ധാരാളമുണ്ട്. ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി പരന്നുപോയി വളരെ വിശാലമായ ഒരു വേര് സിസ്റ്റം, റൂട്ട് സിസ്റ്റം. രണ്ടാമത്തെ പിക്ചർ നോക്കൂ, ഇത് മുകളിലുള്ളതിന്റെ 4/10% പോലും അടിയിലില്ല. മുകളിലുള്ളതിന്റെ വളരെ
നോക്കി കണ്ടാൽ തന്നെ അറിയാലോ. ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഒരു കാറ്റടിച്ച് വന്നു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ പിക്ചറിൽ കാണുന്ന മരം വീഴും ഉറപ്പാ. കാരണം അതിന് റൂട്ടില്ല, പിടുത്തല്ല ഭൂമിയിൽ. ഒന്നാമത്തത് പിടിച്ചു നിൽക്കും. അതിശക്തമായ കാറ്റ് വന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്, അത് വേറെ വിഷയം. എന്നിരുന്നാലും മറിഞ്ഞു വീണ പേടിക്കേണ്ട അത്രയും റൂട്ടാണ് അടിയിലുള്ളത്. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ക്രമേണ ചെയ്ത് നമ്മളെ റൂട്ട് ക്ലിയർ ആക്കിക്കൊണ്ട് എല്ലാ മേഖലയിലും നമുക്ക് വേണ്ട ആളുകളെ നമ്മൾ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്ത് നമ്മളെ ആ ഒരു അടി ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അപ്പോഴേ നാലാമത് റീടെൻഷൻ ഉണ്ടാവുള്ളൂ. ഈ റീടെൻഷൻ ഉണ്ടാവണം, അത് വലിയ പണി കൂടിയാണ്. അവർ വന്ന ആളുകളെ നിലനിർത്തുക എന്നുള്ളത് നല്ല അധ്വാനമുണ്ട്. 100 കണക്കിന് ആളുകളെ നമ്മൾ കൊണ്ടുവരും, അവസാനം 1-2 ആളുണ്ടാവും, അവരെ പിന്നാലെ അങ്ങനെ പോയി മറ്റവരൊക്കെ മറന്നു പോകും. അത് പാടില്ല. വന്ന ആളുകളെ നിലനിൽക്കാനുള്ള പരിപാടി നമ്മൾ ചെയ്യണം. അവരെ നിലനിന്നാലേ പാസീവ് ഇൻകം ഉണ്ടാവുള്ളൂ. അതോടുകൂടെ പുതിയവർ വരുമ്പോൾ പഴയവരെ മറക്കരുത്. അതാ ഞാൻ പറഞ്ഞത്. 100 ചില്ലാൻ ആളുകൾക്ക് പ്ലാന് കൊടുത്ത് വരുമ്പോൾ തുടക്കത്തിലുള്ള ആളുകളെ കുറച്ച് മന്ദപ്പില്ലോലേക്കാരം അവരെ നമ്മൾ വിട്ടിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, അവരും ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും. പക്ഷെ അവരെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം. എന്നിട്ടാണ് പിന്നെ ഒരു നിലക്കില്ലെങ്കിൽ വിട്ടാൽ മതി, പക്ഷെ അല്ലാത്തവരും വിടരുത്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഉള്ളത് സ്നേഹം ശ്രദ്ധ നൽകിക്കൊണ്ടാണ് കൊണ്ടുകൊടുക്കുക എന്നുള്ളതാണ്. അതൊരു. പിന്നെ ഈ റീടെൻഷന് വേണ്ട മറ്റൊരു കാര്യമാണ് ടീം വർക്ക്. എന്താണ് ടീം വർക്ക്? ടീം വർക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് 19ഓളം സ്ഥലത്ത് ചെറിയ ടീമുകളുണ്ട്, പോക്കറ്റ് ടീമുകൾ എന്നാ പറയാ. കാരണം ഇപ്പോഴൊക്കെ 4 കാണിക്കുക, ഒരു സൗകര്യത്തിന് വേണ്ടി സ്ഥല സൗകര്യം കമ്മി ആയതുകൊണ്ട് 4 ടീമിനെ കാണിച്ചേ ഉള്ളൂ. നമുക്ക് പോക്കറ്റ് ബേസിൽ ഒരുപാട് ടീമുകൾ ആവശ്യമാണ്. എന്നിട്ട് ഈ ടീമിന്റെ ഒക്കെ ഓരോ ലീഡേഴ്സ് ഉണ്ടാവല്ലോ, അവരെ വെച്ചിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവരെ നമ്മൾ വേറെ ഒരു ഭാഗത്ത് വെച്ചിട്ട് അവരെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെ നമ്മിൽ നിന്ന് കിട്ടുന്നത് അവരുടെ ടീമിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഈ ഒരു സിസ്റ്റം ലീഡേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയാം നമുക്ക്. പിന്നെ ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് അവരൊക്കെ GTSലേക്കും FSSലേക്കും RTPയിലേക്കും വർക്ക്ഷോപ്പുകൾക്കും അതേപോലെ ട്രെയിനിങ്, വീണ്ടും ട്രെയിനിങ്, ഇങ്ങനെ കൊണ്ടു നടന്ന് മനസ്സിലാക്കി കൊടുത്ത് ഇവരെ ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റും. അങ്ങനെ ഗോ ടു സക്സസ് സ്ലോലി, പതുക്കെ വിജയത്തിലേക്ക് കടക്കുക. ഒന്നായിട്ട് ഒക്കെപ്പാടെ മല മറിക്കുന്ന രൂപത്തിൽ ഒന്നായിട്ട് ചെയ്ത് ഒന്നും ആവാത്തൊരവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന, മടുപ്പ് വന്ന് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴുള്ള ക്രമേണ വിജയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്താണ് എങ്ങനെയാണ് സക്സസ് വേണ്ടത്? തിങ്കിങ്, ആലോചിക്കുക, നല്ലോണം ഐഡിയ കണ്ടെത്തുക, നല്ലോണം ആലോചിച്ച് ഐഡിയ കണ്ടെത്തി പ്രവർത്തിക്കുക, ശ്രമിക്കുക, എന്നിട്ട് ചെയ്യുക, ഡു അഗൈൻ, വീണ്ടും ചെയ്യുക. ഇതന്നെ, ആലോചിക്കുക, ഐഡിയ കണ്ടെത്തുക, പരിശ്രമിക്കുക, ചെയ്യുക, വിജയിക്കുക. ഈ ഒരു അവസ്ഥ വീണ്ടും ചെയ്യുക. ഈ ഒരു സർക്കിൾ, ഇതിങ്ങനെയാണ് വേണ്ടത് എപ്പോഴും. ഇതിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഗോൾ സെറ്റിംഗ് നമുക്ക് ഉണ്ടാക്കണം. പിന്നെ ഇവിടെ നമുക്ക് മുന്നിൽ ഗവൺമെന്റിന്റെ പരിപൂർണ സപ്പോർട്ടുള്ള, യൂണിയൻ സപ്പോർട്ട്, കേരളത്തിലെ പ്രമുഖ യൂണിയൻസിന് സപ്പോർട്ടുള്ള, അതുപോലെ ISO സർട്ടിഫിക്കറ്റ് പ്ലാനുള്ള 25-ലധികം 27-28 ഉണ്ട് ആയുഷ് സർട്ടിഫിക്കറ്റിന്റെ ഉൽപ്പന്നങ്ങളുള്ള, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ല വെൽനസ് പ്രൊഡക്റ്റുകൾ കയ്യിലുള്ള, ലാക്ക് ഓഫ് റിസൾട്ട്, കണ്ടമാനം റിസൾട്ടുകളുള്ള, പിന്നെ ധാരാളം അച്ചീവേഴ്സ് നമ്മുടെ മുന്നിൽ ഉള്ള നല്ലൊരു കമ്പനിയെ കുറിച്ചാണ് ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത്. ഇന്ത്യസ് നമ്പർ 1 കമ്പനിയാണ്. ഇ-കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി, MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മഹിതമായ പ്രസ്ഥാനം. ഇത് പിന്നെ 2015 കേരള സർക്കാരും 2021 കേന്ദ്ര സർക്കാരും, മാത്രമല്ല അതൊക്കെ കരട് സംവിധാനങ്ങളാണെങ്കിൽ പരിപൂർണമായിട്ട് നമുക്ക് നിങ്ങൾ ചെയ്തോ, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 2025 ഫെബ്രുവരി 19 മുഖ്യമന്ത്രി നേരിട്ട് വന്നുകൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്ത് നമ്മളെ മുന്നിൽ ഇട്ട് തന്നിട്ടുള്ള നല്ലൊരു പ്രസ്ഥാനമാണ് നമ്മുടെ ഈ ഒരു മേഖല. ഇത് ഒരുപാട് കോളേജുകളിലും മറ്റും പാഠ്യ വിഷയമാണിത്. ISO സർട്ടിഫിക്കേഷൻ ഇതാ കണ്ടില്ലേ. അതുപോലെ തന്നെ FICCI സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഫെഡറേഷൻ ഓഫ് ഡയറക്ടിംഗ് അസോസിയേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള മേഖലയാണ്. FICCI, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറയുന്ന ആ ഒരു സ്കിൽ ഇന്ത്യ പദ്ധതിയിൽ അതിൽ മെമ്പർഷിപ്പ് ഉള്ള കമ്പനിയാണ്. ഇങ്ങനെയൊക്കെയുള്ള സംഗതിയാണ് ഇത്. കൂടുതലൊന്നും പറയുന്നില്ല. കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടി പറയുന്നു, MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ നോമിനേഷൻ ഫെസിലിറ്റി, അതൊന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം നമുക്ക്. അതായത് പിന്നെ നോമിനേഷൻ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ സ്വാഭാവികം നമ്മളൊക്കെ പയറ് പോലെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം വഴിയാധാരമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നമുക്ക് കാണുന്ന, അപ്പൊ നമുക്ക് ക്യാഷ് ഉണ്ട്, ഇപ്പൊ കുഴപ്പമില്ലാതെ പ്രവർത്തിക്കാൻ ആരോഗ്യമുണ്ട്, അപ്പൊ അതൊക്കെ ഉണ്ട്, റെഡി ആയിരിക്കും. പക്ഷെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കുറവായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബം പ്രയാസപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. എന്നാൽ ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ, ഒരു വരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ
നമ്മളില്ലാതായാൽ പോലും ആ ഒരു വരുമാനം ടീമല്ല നമ്മുടെ കുടുംബത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. മറ്റൊന്ന് ഇവിടെ ഉള്ളത് ഒരു പേഴ്സണൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് ആണ്. 3 ലക്ഷത്തിന്റെ ഫ്രീ ഇൻഷുറൻസ് ഒന്നും നമ്മൾ അടക്കൊന്നും വേണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ 5 ലക്ഷം ബിസിനസ് വാളെ കൊടുക്കുകയാണ്. 2 ഭാഗത്തു കൂടി ഇങ്ങനെ 5 ലക്ഷം എന്ന് പറയുമ്പോൾ 2.5 ലക്ഷം ബിസിനസ് വാളെ 2 ഭാഗത്തും TC ആകുക, ടീം കോർഡിനേറ്റർ എന്ന കമ്പനിയുടെ ഔദ്യോഗിക റാങ്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻഷുറൻസ് പദ്ധതിയും കൂടി കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാനുള്ളത്. അപ്പൊ അങ്ങനെയുള്ള നല്ലൊരു മഹിതമായ പ്രസ്ഥാനത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇത്രയും സമയം സംസാരിച്ചത്. എൻ്റെ പേര് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, നിർത്താൻ പോവാണ്. എൻ്റെ പേര് ബാബുത്തങ്ങൾ എന്ന വിളിക്കൽ, പേര് അബ്ദുറഹ്മാൻ കോയ എന്നാണ്. ഓമന പേരിലാണ് ചെറുപ്പത്തിൽ അറിയപ്പെട്ടത്. മാളിയേക്കൽ എന്ന് പറഞ്ഞ സ്ഥലം കാളികാവ് അടുത്താണ്, വണ്ടൂർ മഞ്ചേരിക്ക് അറിയുന്ന ആളുകൾ ഉണ്ടാവും ഇതിൽ ഒരു പക്ഷേ. എൻ്റെ അച്ചീവ്മെന്റുകൾ ഒന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം. എനിക്ക് ഈ 4 വർഷം കൊണ്ട് എന്ത് നേടാൻ കഴിഞ്ഞു? അതായത് ഹെൽപ്പിംഗ് അതേഴ്സ്, അതായത് ഹെൽത്ത് വെൽത്ത് 2 നിലക്കും മറ്റുള്ളവരെ സഹായിക്കാൻ കഴിഞ്ഞു. 1200-ലധികം ആളുകളിലേക്ക് ചെറുതും വലുതും ഇപ്പൊ ഒരു 10 രൂപയ്ക്ക് വലുതുണ്ടാവുള്ളൂ, അതിലപ്പുറം സാധിച്ചിട്ടില്ല. വലിയൊരു അച്ചീവ്മെന്റ് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഒരു 1000-1200 ആളുകളിലേക്ക് ഒരു 10,000-ന്റെ ഉള്ളിൽ വരുന്ന സംഖ്യകളും എത്തിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ 450ന്റെയും ഒരു 10,000-15,000-ന്റെ ഉള്ളിൽ വരുന്ന ഒരു സംഖ്യ ഓരോ ചിലവ് അധികം 1200ഓളം വീടുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. എല്ലാവർക്കും ഒരേ സംഖ്യ കിട്ടിയെന്നല്ല കേട്ടോ പറഞ്ഞതിന്റെ അർത്ഥം, മാറ്റങ്ങൾ ഉണ്ടല്ലോ. പിന്നെ ഹെൽത്ത് ഓഫ് മൈ ഫാമിലി, എന്റെയും കുടുംബത്തിന്റെയും ആരോഗ്യം കാത്തു സൂക്ഷിക്കാം. അതുപോലെ എൻ്റെ ടീമിന്റെയും ഒരുപാട് ഇത് ഏറ്റെടുത്ത ഒരുപാട് ആൾക്കാരില്ലേ, അതിൽ എഴുതേണ്ടതായിരുന്നു, എഴുതിയിട്ടില്ല. ഒരുപാട് പേരുടെ ആരോഗ്യം ഇതിലൂടെ മെച്ചപ്പെടാൻ സാധിച്ചു. എൻ്റെ ഉമ്മാക്കൊക്കെ എപ്പോഴും അഡ്മിറ്റ് ആകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, സോഡിയം കുറഞ്ഞിട്ടൊക്കെ. നമ്മുടെ ന്യൂട്രി ലൈഫ് കൊടുക്കൽ തുടങ്ങിയതിന്റെ ശേഷം ഉമ്മാക്ക് ഇപ്പോൾ ആ അഡ്മിറ്റ് ഇല്ല. അങ്ങനെയാണ്. ഗ്യാസിന് വേണ്ടി ഞാൻ ഒരുപാട് നടന്നതാണ്. എൻ്റെ വൈഫിന് രക്തക്കുറവുള്ളതുകൊണ്ട് അയൺ കുറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ വെക്കലായിരുന്നു. ആഴ്ചയിൽ 2000 രൂപയ്ക്ക് വിലയുള്ള ഇഞ്ചക്ഷൻ വെക്കലായിരുന്നു. അങ്ങനെ 10-14 പ്രാവശ്യം ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മാറ്റം വന്നത് വൈലൈഫിലൂടെ വന്നതിന് ശേഷം നമ്മൾ ഫീലിംഗ് കഴിച്ചിട്ട് ബ്ലീഡിങ് പ്രശ്നം ഉണ്ടായിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് വൈഫിന്, യൂട്രസിന്റെ പ്രശ്നം. അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് നമുക്ക് സ്വന്തത്തിന് തന്നെ നമുക്ക് ഉപകാരം കിട്ടിയിട്ടുള്ള ഒരു മേഖലയാണ്. പിന്നെ ആദ്യമായിട്ട് ഈ ഒരു ഫോൺ ഇറങ്ങിയപ്പോൾ ഇതൊന്ന് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വന്ന് 2022 വന്ന ആ പിറ്റേ വാദിയിൽ തന്നെ ഒരു 5-6 മാസം കഴിഞ്ഞേക്കാണ് ഞാൻ എന്ത് ചെയ്തു, ഇത് ഫോണൊന്ന് വാങ്ങി. 40,000 രൂപ എന്ന വിലയുള്ള സാധനമാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഈ ഫോൺ തന്നെയാണ്, നല്ല ഫോണാണ്. അപ്പൊ അന്ന് വാങ്ങാനൊക്കെ സാധിച്ചു. മാത്രമല്ല പിന്നെ ഞാൻ ഈ സംസാരിക്കുന്ന ലാപ്പ് കമ്പനിയുടെ പൈസ കൊണ്ട് മാത്രം വാങ്ങാൻ എനിക്ക് സാധിച്ചു. പിന്നെ ടീമിനൊക്കെ വേണ്ടി ക്ലാസ് എടുക്കാൻ പോകാൻ ഒരു പ്രൊജക്ടർ വാങ്ങാൻ എന്നെ കൊണ്ട് സാധിച്ചു. എൻ്റെ കയ്യിൽ റാഡോ വാച്ച് തന്നെയാണ് മുമ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ഒന്ന് പുതുക്കി ഒരു പുതിയ വാച്ച്, ഒറിജിനൽ നല്ല വാച്ച്, ഏകദേശം 1.25 ലക്ഷം രൂപ വില വരുന്ന നല്ലൊരു വാച്ച് തന്നെ വാങ്ങാൻ എനിക്ക് സാധിച്ചു. പിന്നെ അതോടുകൂടെ തന്നെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഒരു ആൾട്ടോ 800 കാറായിരുന്നു ഞാൻ ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. 10 കൊല്ലം ഉപയോഗിച്ചു. പുതിയ വണ്ടി എടുത്ത് തന്നെയാണ്, അതും പഴയതൊന്നും അല്ലായിരുന്നു. അപ്പോൾ 4 ഇറക്കിയ വണ്ടി തന്നെയായിരുന്നു. അതൊന്ന് മാറ്റണം എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുമ്പോൾ സാധിക്കൂലല്ലോ. അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ ഏകദേശം കുഴപ്പമില്ലാത്തൊരു പോക്കിൽ പോകുമ്പോൾ എൻ്റെ ഒരു ഇഷ്ട വാഹനമാണ് സ്വിഫ്റ്റ്. ആ സ്വിഫ്റ്റ് വാങ്ങാൻ എനിക്ക് സാധിച്ചു. മാത്രമല്ല അതിലേറെ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഒരു അളവ് ഉണ്ടല്ലോ, ഒരു അളവ് കൂല്, അതിനനുസരിച്ച് ഉരുളക്കനുസരിച്ച് തൊള്ള പൊളിക്കാവൂ വായ പൊളിക്കാവുന്നില്ലേ. അപ്പൊ അത് എൻ്റെ ഒരു കഴിവിനനുസരിച്ച്, ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഞാൻ സ്വിഫ്റ്റ് ഇപ്പൊ മുമ്പേ ഇഷ്ടപ്പെട്ട വാഹനം കൂടി ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെ പോയി വളരെ റാഹത്തായിട്ട് പോകുന്നുണ്ട്. പിന്നെ ചുരുക്കി പറയാം, അത് വാങ്ങാൻ സാധിച്ചു. പിന്നെ അതുണ്ടായിരിക്കെ തന്നെ എൻ്റെ ബൈക്ക് 10-14 വർഷം പഴക്കമുള്ള ബൈക്കായിരുന്നു. ആ പുതിയ വണ്ടി എടുത്ത് തന്നെയായിരുന്നു, അത് 13 വർഷത്തെ കഴിഞ്ഞ്. അപ്പൊ ആ വണ്ടി ഒന്ന് മാറ്റിയിട്ട് ഒരു സ്കൂട്ടിയിലേക്ക് മാറാൻ എനിക്ക് സാധിച്ചു. ഈ വണ്ടിയുടെയും ഈ സ്കൂട്ടിയുടെയും രണ്ടിനും അളവ് ഏകദേശം 17,000-ന്റെ മുകളിൽ അളവ് ഒരു മാസം വരുന്നുണ്ട്. അത് വളരെ ഇതുവരെ ഞാൻ ആ അടവ് അടച്ചിട്ടില്ല. എങ്ങനെ? ഞാനിപ്പോ നാളെ 5-ാം തീയതിയാണ് അടവ്. 4-ാം തീയതി ഞാൻ പറയാണ്, പഠിച്ചോനെ എനിക്ക് വണ്ടിക്ക് അടവിന് പൈസ ഇല്ലല്ലോ, എന്താ ചെയ്യാ എന്നൊരവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ആ ദിവസം ആകുമ്പോൾ അത് കമ്പനിയല്ല ബാങ്കിൽ നിന്ന് അവർ വലിക്കുന്ന സാഹചര്യമാണ്. അതിൽ പൈസ അവിടെ ഒരുമിച്ച് കൂടുന്ന സാഹചര്യം മൈലൈഫിലൂടെ നമുക്കുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ കൂടുതൽ പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, നമുക്കൊക്കെ നേടാൻ ഒരുപാട് ഇവിടെ മുന്നിലുണ്ട്. നമുക്കൊക്കെ നേടാൻ പറ്റുന്ന, എല്ലാവർക്കും നേടാൻ കഴിയുന്ന വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള മേഖലയാണ് നമ്മുടെ ഈ ഒരു മേഖല. നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പിന്നെ നേടാനുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു മിനിറ്റ്, ഞാനിതൊന്ന് ഈ